കീരമ്പാറ പഞ്ചായത്തിൽ പുഴമണൽ കെട്ടിക്കിടക്കുന്നു. മണൽ വാരാൻ അനുമതിയില്ല. ഇക്കാര്യത്തിൽ സർക്കാർ സത്വരമായി ഇടപെടണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് മാമച്ചൻ ജോസഫ് ആവശ്യപ്പെട്ടു. അനുവാദം നൽകിയാൽ മണൽ വിപണനത്തിലൂടെ വലിയ വരുമാനം പഞ്ചായത്തിന് ലഭിച്ചേക്കുമെന്ന് അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. കീരമ്പാറ പഞ്ചായത്തിലെ 3 മണൽക്കടവുകളിലും ഇപ്പോൾ മണൽ വാരൽ നടക്കുന്നില്ല. പെരിയാറിലാകട്ടെ അട്ടിയട്ടിയായി മണൽ വന്ന് കുമിഞ്ഞു കിടക്കുന്നു. ഈ മണൽ വാരിയെടുക്കുവാനും വിൽപ്പന നടത്തുവാനും സർക്കാർ അനുമതി നൽകാത്തതിനാൽ ലക്ഷങ്ങളുടെ വരുമാനമാണ് തടയപ്പെടുന്നത്. ഭൂതത്താൻകെട്ട് മുതൽ നേരിമംഗലം വരെ 15 കിലോമീറ്റർ നീണ്ടുകിടക്കുന്ന 250-300 മീറ്ററോളം വീതിയുള്ള പുഴയോരത്ത് 4 മുതൽ 5 വരെ മീറ്റർ കനത്തിലാണ് മണൽ അടിഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ കുറെ വർഷങ്ങളായി പുഴയിൽ നിന്നും മണൽ വാരിയിട്ടില്ല. മണൽ വാരി വിപണനം നടത്തിയാൽ വലിയ വരുമാനം പഞ്ചായത്തിന് ലഭിക്കും. റവന്യൂ വകുപ്പ് ഉൾപ്പെടെയുള്ള സർക്കാർ സംവിധാനങ്ങൾ ഇടപെട്ട് മണൽ കോർപ്പറേഷൻ രൂപീകരിക്കുകയും തൊഴിലാളികളെ ഉപയോഗിച്ച് മണൽ വാരിയെടുത്ത് പ്രത്യേകം തയ്യാറാക്കിയ യാർഡിൽ നിക്ഷേപിച്ച് വിൽപ്പന സാധ്യത പ്രയോജനപ്പെടുത്തുകയും ചെയ്താൽ ജനങ്ങൾക്കും അത് ഏറെ ഗുണകരമാകുമെന്ന് കീരമ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് മാമച്ചൻ ജോസഫ് മീഡിയ 60യോട് പറഞ്ഞു. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് കീരമ്പാറ ഗ്രാമപഞ്ചായത്തിലെ പെരിയാർ തീരത്തുള്ള ഒരു മണൽക്കടവിലാണ്. പാവപ്പെട്ട കോടീശ്വരൻ എന്ന് നമ്മൾ പറയുന്നത് പോലെ കീരമ്പാറ ഗ്രാമപഞ്ചായത്തിന് കോടിക്കണക്കിന് രൂപയുടെ മണൽ സമ്പാദ്യമുണ്ട്. പക്ഷേ അത് നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നില്ല എന്നുള്ളൊരു അതിയായ ദുഃഖം കൂടി അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഭൂതത്താൻകെട്ട് മുതൽ നേരിമംഗലം വരെ ഏതാണ്ട് 15 കിലോമീറ്ററോളം നീണ്ടു നിൽക്കുന്ന പെരിയാറിൽ 200-250 മീറ്ററോളം ഈ പുഴയ്ക്ക് വീതിയുണ്ട്. ഈ പുഴയിൽ ഏതാണ്ട് 3 മീറ്റർ മുതൽ 4 മീറ്റർ വരെ കനത്തിൽ മണൽ അടിഞ്ഞുകൂടിയിരിക്കുകയാണ്. ഈ മണൽ യഥാർത്ഥത്തിൽ നമ്മൾ വാരിയാൽ കീരമ്പാറ ഗ്രാമപഞ്ചായത്തിന് കോടിക്കണക്കിന് രൂപയുടെ സമ്പത്ത് നമുക്കുണ്ടാകും. അതുപോലെ തന്നെ നിരവധി ആളുകൾക്ക് നമുക്ക് തൊഴിൽ ലഭിക്കുവാൻ സാധിക്കും. ഇവിടെ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് ഈ മണൽ പ്രകൃതിക്ക് ദ്രോഹം വരാത്ത രീതിയിൽ, നമുക്കറിയാം പാറ പൊടിഞ്ഞാണ് മണലുണ്ടാകുന്നത്. എല്ലാ കൊല്ലവും മണൽ വന്നിങ്ങനെ അടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ മണലുകൾ പ്രകൃതിക്ക് ദ്രോഹമല്ലാത്ത രീതിയിൽ വാരിയാൽ കോടിക്കണക്കിന് രൂപയുടെ വരുമാനത്തിനൊപ്പം തന്നെ ഈ പഞ്ചായത്തിലെ നിരവധി ആളുകൾക്ക് തൊഴിൽ കിട്ടും, നിരവധി വണ്ടിക്കാർക്ക് തൊഴിൽ കിട്ടും. അതുപോലെ തന്നെ നമുക്ക് വീട് പണിയുന്ന ആളുകളുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾക്ക് കുറഞ്ഞ ചെലവിൽ ഇപ്പോൾ നമുക്കറിയാം 60 രൂപയായി മണലിന്. അതും പാറമണൽ, നമുക്കെല്ലാവർക്കും അറിയാം പാറമണൽ അത്രയും നല്ലതല്ല. കട്ടർമണിക്ക് വളരെ പഞ്ചസാര പോലെ ഇരിക്കുന്ന ഇത്രയും നല്ല മണൽ നമ്മൾ യഥാർത്ഥത്തിൽ എന്താണ് കാണിക്കുന്നത്? നമ്മൾ കാണിക്കുന്ന പക്ക വിഡിത്തമാണ്. ഈ മണൽ വാരാത്തത് കൊണ്ട് ഈ മണൽ അൾട്ടിമേറ്റ്ലി മണൽ അറബിക്കടലിലേക്ക് ഒഴുകി പോവുകയാണ്. രണ്ടാമത്തെ കേസ്, ഈ മണൽ ഇങ്ങനെ അടിഞ്ഞുകൂടിയത് കൊണ്ട് 2 മഴ പെയ്യുമ്പോഴത്തേനും പുഴ നിറയാണ്. പണ്ടൊക്കെ നമുക്കറിയാം 6, 7, 8 ദിവസം നിന്ന് പെയ്താൽ പോലും ഈ പുഴ നിറയാത്ത പുഴ ഇപ്പോൾ 2 ദിവസം മഴ പെയ്യുമ്പോഴത്തേനും പുഴ നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്നു. അതിലുപരി ഏറ്റവും വലിയൊരു പ്രശ്നം, ഈ മണൽ കൊണ്ട് നിറഞ്ഞതുകൊണ്ട് വന്യമൃഗങ്ങൾ, പ്രത്യേകിച്ച് ആനയ്ക്ക് വളരെ ഈസി ആയിട്ടും കൂടെ കടന്നു വരാൻ സാധിക്കുകയാണ്. കാരണം ചെളിയില്ല. പണ്ടൊക്കെ ചെളിയുള്ള സമയത്ത് ആന ചെളിയിൽ ഇറങ്ങില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ നിരവധി പ്രയോജനമാണ് നമുക്ക് ദൈവം കനിഞ്ഞു നൽകിയിരിക്കുന്ന ഈ പുഴയിൽ കിടക്കുന്ന മണൽ. പുഴയിൽ മണൽ അട്ടിയട്ടിയായി കിടക്കുന്നതിനാൽ ചെറിയ മഴ പെയ്താൽ പോലും കവിഞ്ഞൊഴുകുന്ന സാഹചര്യമാണ് ഉള്ളത്. കൂടാതെ കാട്ടിൽ നിന്നും വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് എത്തിപ്പെടുവാനും മണൽത്തിട്ടകൾ വഴിയൊരുക്കുന്നു. ഈ സാഹചര്യത്തിൽ പുഴയിൽ നിന്നും മണൽ വാരാൻ സർക്കാർ അടിയന്തരമായി അനുമതി നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. വൈസ് പ്രസിഡന്റ് ബീന റോജോ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജു സാബു, പഞ്ചായത്ത് അംഗം VK വർഗീസ് എന്നിവരും പഞ്ചായത്ത് പ്രസിഡന്റിനൊപ്പം മണൽക്കടവുകൾ സന്ദർശിച്ചു. മീഡിയ 60 കോതമംഗലം.